18/11/2024 കൊട്ടാരക്കരയിൽ വെച്ച് മഹീന്ദ്ര XUVയും ഒരു കേരള സർക്കാരിൻ്റെ KSRTCയും തമ്മിൽ കൂട്ടിയിടിച്ച് അതിൽ കേടുപാട് സംഭവിച്ച കാറിൻ്റെ ഭാഗമാണിത്. ഈ കാർ മഹീന്ദ്ര XUV വണ്ടിയാണിത്. ഈ വാഹനത്തിന് നിസാര പരിക്കുകൾ മാത്രമാണ് ഏറ്റിരിക്കുന്നത്. പക്ഷേ ഈ KSRTC ബസ്സിൻ്റെ പിൻഭാഗത്തെ 4 ചക്രവും അതിൻ്റെ ആക്സിലും ഹൗസിംഗ് അടക്കം ലീവ് സെറ്റും ഷാസിയിൽ നിന്ന്, അതായത് ഇതിൻ്റെ ചേസിൽ നിന്ന് ലീവ് സെറ്റ് അടക്കം പർച്ചടക്കം അട്ടിച്ച് തെറിപ്പിച്ച് മീറ്ററുകൾ ദൂരെയാണ് തെറിച്ചു പോയത്. ഇത്ര ഭീമമായ ഒരു ഇടി നടന്നിട്ടും ഈ മഹീന്ദ്ര XUVക്ക് സംഭവിച്ചത് നിസാര കേടുപാടുകൾ മാത്രമാണ്. പക്ഷേ എന്നാൽ KSRTCയുടെ പിൻഭാഗം അടിഭാഗം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. പൊടി പാറുന്ന അടിയാണ് അടിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇടിച്ച സ്പോട്ടിൽ ബോംബ് സ്ഫോടനം നടന്ന പോലെ പൊടിയാണ് പോകുന്നത്. ഇത് എവിടെ നിന്ന് വന്ന പൊടിയാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. KSRTC ബസ്സിൻ്റെ അടിഭാഗത്തുള്ള പൊടിയാണോ അതെയോ ഇടിയുടെ ആഘാതത്തിൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന പൊടിയാണോ എന്നൊന്നും വ്യക്തമല്ല. എന്നാലും പൊടി പടലമാണ് ആകെ ഇവിടെ. ഇത്ര ഭീമമായ ഒരു ഇടി ഇടിച്ചിട്ടും ഇതിൽ സഞ്ചരിച്ച ആൾക്കാർക്ക് നിസാര പരുക്കുകൾ മാത്രമേ ഏറ്റുള്ളൂ എന്നത് ഈ വാഹനത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ഇതിൽ കൂടുതൽ മറ്റൊരു തെളിവും ഈ മഹീന്ദ്ര XUVക്ക്, ഇത് സ്കോർപിയോ ആണോ XUV ആണോ എന്ന് വ്യക്തമല്ല, മഹീന്ദ്ര XUV ഏതോ ഒരു ഇനത്തിൽപ്പെട്ട വാഹനമാണിത്. ഈ വാഹനത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിൻ്റെ ശക്തി, കരുത്ത് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു ഇടിയാണ് ഈ KSRTCയുമായി ഇടിച്ച് ഇവിടെ കിടക്കുന്നത്. KSRTCയുടെ അവസ്ഥയും അതുപോലെ തന്നെ ഈ വന്നിടിച്ച കാറിൻ്റെ അവസ്ഥയും ഈ ഇടിയും നിങ്ങളൊന്ന് കാണുക. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമല്ല ഇന്നലെ എല്ലാം സോഷ്യൽ മീഡിയയിൽ എല്ലാ ചാനലുകളും ഇട്ട വീഡിയോയാണ് ഈ ആക്സിഡൻറ്റിൻ്റെ വീഡിയോ. ഇതിൻ്റെ പ്രധാന ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് കാണുക. ആദ്യത്തെ കാറ് അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം ഇപ്പം തൊട്ട് പുറകെ ഒരു കാറ് 100 പാഞ്ഞു വരുന്നുണ്ട്. അതാണ് KSRTC അടിച്ച് എയറിലാക്കി. ഇതാ ഉയർന്നു പോകുന്ന നോക്കുക KSRTC. ആ ഇടിയിലാണ് അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നതുപോലെ മൊത്തം പൊടിപടലങ്ങളാണ്. എവിടെ നിന്നാണ് ഇത്രയും അധികം പൊടി വന്നതെന്നറിയില്ല. നമുക്ക് ആ ടയർ പിൻഭാഗത്തെ 4 ചക്രങ്ങൾ ആക്സിലടക്കം ഷാസിയിൽ നിന്ന് വേർപെട്ട് പുറകിലേക്ക് മാറി തെറിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ആൾക്കാരെല്ലാം ഓടിക്കൂടുന്നുണ്ട്. ഇത്ര ഭീകരമായൊരു ഇടിയാണ് അവിടെ ഇടിച്ചത്. എന്നിട്ട് ഈ XUV, ഈ മഹീന്ദ്രയുടെ ഈ വാഹനം വളരെ സുരക്ഷിതത്വത്തോടു കൂടിയാണ് ചെറിയ പരുക്കുകളൊക്കെ ആയിട്ട് ചെറിയ കേടുപാടൊക്കെ സംഭവിച്ച് മാറിക്കിടക്കുന്നത്. എന്നാലോചിച്ച് നോക്കുക. KSRTC ബസ്സിൻ്റെ ഒരു ഭാഗം മുഴുവൻ തീർന്നു, അടിവശം മുഴുവൻ തീർത്തു. എന്നിട്ട് XUVക്ക് ഒന്നും സംഭവിച്ചുമില്ല. അതാണ് അത്ഭുതം. ഈ വണ്ടി ആയതുകൊണ്ട് ഈ വണ്ടി മിക്കവാറും വളവ് തിരിഞ്ഞാണ്. KSRTC ചടയമംഗലം അല്ല 80 ഇവിടെ ഇച്ചിരി കഴിയുമ്പം വരും. മൊത്തം നിൽക്കുന്ന ഭാഗം അവിടെ സ്ത്രീകത്തിന് മൊത്തം ഇങ്ങനെ നടന്നു. കാരണം വളരെ അമിത വേഗത്തിലെത്തിയ ആ ഒരു പൂർണ്ണമായിട്ട് വിട്ടുമാറിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അല്പം മുമ്പാണ് ഇങ്ങനെ ഒരു അപകടം